ചേട്ടാ, ഇതൊന്ന് പഞ്ചർ ഒട്ടിച്ചു വെക്കോ? വൈകുന്നേരം കോളേജിൽ നിന്ന് വരുന്ന വഴി എടുത്തോളാം. 6 മണിക്കും വരില്ലേ? അതിനും പോരും. ഓ, ആയിക്കോട്ടെ. ജിനി വന്നില്ലേ? ഇല്ല, അവള് നാട്ടിലേക്ക് പോയി. എന്തിന്? മദറിന് സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു. വെളുപ്പിനെ അവള് പോയി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോടിങ്ങനെ? പ്ലീസ് മാധവ, അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇതൊക്കെ തന്നെ ചെയ്യൂ. മാധവ, ഞാനും വരട്ടെ? മനസ്സിനൊരു സുഖമില്ല, അതാ. പതുക്കെ. എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ മോളെ? ദേ, നീ എന്റെ കൂടെ ഇരുന്ന് നിന്റെ പഠിപ്പ് കളയണ്ട. ഇല്ല മദർ, മദറിനെ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടിട്ട് പോയാ എനിക്ക് പഠിക്കാനാവുന്ന തോന്നുന്നുണ്ടോ? മദർ ആരോഗ്യത്തോടെ തിരിച്ചു പോകുന്നത് വരെ ഞാൻ മദറിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ദയവ് ഇതിനോട് പോവാൻ പറയരുത് മദർ. പൊയ്ക്കോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. മാഡം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എന്ത് വേണം? ജെന്നിയുടെ മദർ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ്. നേരിട്ട് വന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് മാഡത്തിനോട് ലീവ് പറയാൻ പറഞ്ഞു. എക്സാം വരാൻ പോകുന്ന ഈ സമയത്ത് എന്നാലും ഒരു ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറയൂ. താങ്ക് യു മാം. ജസ്റ്റ് എ മിനിറ്റ്. എന്താ മാഡം? കുട്ടിയുടെ സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല മാഡം. ആർക്ക്? ഏതോ ഒരു പയ്യനൊപ്പം കഴിഞ്ഞ ദിവസം ബൈക്കിൽ കറങ്ങി നടക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടല്ലോ. ലുക്ക് മീര, മറ്റുള്ളവരെ കൊണ്ട് അതും ഇതും പറയിക്കാൻ ഇടവരുത്തരുത്. നീ ഒരു പെണ്ണാണെന്ന കാര്യം മറക്കരുത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? സർ, ഓർഡർ പ്ലീസ്. മക്കളെ, എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു. എനിക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും. എനിക്കും അത് തന്നെ മതി. ശരി. ഓർഡർ പ്ലീസ് മാഡം. ഇപ്പം പറയാം. സാറിന്? മാധവൻ എന്താ? എനിക്കും ചേർത്ത് മീര പറഞ്ഞു. 2 മസാല ദോശയും 1 ജ്യൂസും. ശരി മാഡം. എന്താ ഭക്ഷണം വന്നില്ലല്ലോ? ഇപ്പൊ വരും, സമയാകുന്നല്ലേ ഉള്ളൂ. ഇവള്
കൊതിച്ചാണച്ചാ. ഡോ ഇതെന്താ ഇത് ഇങ്ങ് വന്നേ. ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് നിന്റെ ഇഷ്ടത്തിന് കഴിക്കാനാണോ അതോ ഞങ്ങളുടെ ഇഷ്ടത്തിന് കഴിക്കാനാണോ? ഓർഡർ എടുക്കുന്ന ഒന്ന് സപ്ലൈ ചെയ്യുന്ന മറ്റൊന്ന്. ഇഡിയറ്റ്. നിന്നൊക്കെ ജോലി എന്ന് പറഞ്ഞു വിടണം. എവിടാ എന്റെ മാനേര്? വിളിക്ക്. സോറി സാർ. നീ കൂടുതലൊന്നും പറയണ്ട. മാനേരെ വിളിക്ക്. സോറി സാർ, മാറിപ്പോയതാണ്, ക്ഷമിക്കണം. കൂൾ ഡൗൺ സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇപ്പൊ ഓക്കെ അല്ലേ സാർ? ഓക്കെ ഓക്കെ. താങ്ക് യു മാഡം. ഞാനിവിടെ പുതിയ ആളാണ്. താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. സാർ എല്ലാം ഓക്കെ അല്ലേ സാർ? ആ ശരി ശരി. യു ആർ റിയലി ഗ്രേറ്റ് മീര. പാവം സപ്ലയർ അയാളുടെ ജോലി രക്ഷിച്ചു. സിമ്പിൾ. ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്കൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അതിന്റെ കുറച്ച് എക്സ്പീരിയൻസും ഉണ്ട്. അതിപ്പോ എന്റെ രണ്ടാനമ്മയുടെ പേരില. രണ്ടാനമ്മയോ? എന്റെ അച്ഛന് 2 ഭാര്യമാരാണ്. എന്റെ അമ്മയും അച്ഛനും ഒരു റോഡപകടത്തിൽ മരിച്ചുപോയി. ഇപ്പൊ ഞങ്ങളുടെ മേജർ സ്വത്തിന്റെ അവകാശം രണ്ടാനമ്മയ്ക്ക. 4 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ രണ്ടാനമ്മ വേറൊരു വിവാഹം കഴിച്ചു. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായി. ഇപ്പൊ ഞാൻ താമസിക്കുന്ന ബംഗ്ലാവ് പോലും അവരുടേതാ. എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചോദിക്കാതെ തന്നെ അവർ തരുന്നുണ്ട്. ഒരു നല്ല സ്ത്രീയാ അവര്. എന്റെ സ്വത്തുക്കളെ ആർക്കും കൈവശപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയാണ് എന്റെ പപ്പ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ മേജർ ആയതിനാൽ എനിക്കതിനെ എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാം. ഇതെല്ലാം നീ എന്നോട് പറയുന്നത് എന്തിനാണ്? ഞാൻ നിന്റെ സ്വത്തിന് വേണ്ടിയാണ് നിന്നോടടുത്തതെന്ന് നീ കരുതുന്നുണ്ടോ? നോ മാധവൻ, ഡോണ്ട് ബി സില്ലി. ജ്യൂസ്. 2 സ്ട്രോ കൂടി വേണം. ഓക്കെ, താങ്ക് യു. ശരി. ഫോർ യു, ഫോർ മീ ആൻഡ് ഫോർ ജെന്നി. ഇഫ് യു ഡോണ്ട് മൈൻഡ് വി വിൽ ഷെയർ. നീ എന്ത് വിവരക്കേടായി പറയുന്നത്? വിവരക്കേടൊന്നുമല്ല. എന്റെ പപ്പയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ പാവം ജെനി, അവളും നിന്റെ മേൽ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. എനിക്കും അവളുമായി നിന്നെ ഷെയർ ചെയ്യുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല. നിർത്തുമീര. ശരി, അത് വിട്. എന്നെ നിനക്ക് വേണോ വേണ്ടയോ? ഞാൻ ജെനിയെ എൻ്റെ നല്ലൊരു സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത്. അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് നിന്നെയും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഡോണ്ട് വറി, എന്നെ ഇയാൾക്ക് പതിയെ മനസ്സിലായിക്കോളും.